നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള മാസമാണ് കർക്കടകം. ആത്മീയതയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും പ്രകൃതിയോടിണങ്ങിയ ജീവിതശൈലിക്കുമെല്ലാം പ്രത്യേക പ്രാധാന്യം നൽകുന്ന ഈ മാസം നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും കൂടുതൽ അടുത്തറിയാനുള്ള അവസരമാണ്. രാമായണ പാരായണം, ഔഷധസമ്പന്നമായ ഭക്ഷണരീതി, ശരീരമനസ്സുകളുടെ സംരക്ഷണം, കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത ഇവയെല്ലാം കർക്കടക മാസത്തിന്റെ പ്രത്യേകതകളാണ്. ഈ പശ്ചാത്തലത്തിൽ കർക്കടക മാസത്തിന്റെ സാംസ്കാരികവും ആത്മീയവും ആരോഗ്യപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീമതി കെ വിമലാമണി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. ഇന്ന് കർക്കടക മാസം 1-ാം തീയതി കേരളീയരുടെ ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള രാമായണ മാസത്തിൻ്റെ ആരംഭ ദിനമാണിത്. ഈ ദിവസങ്ങളിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും മഹാകവി തുഞ്ചത്ത് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണം പാരായണം ആരംഭിക്കുന്നു. കൊല്ലവർഷത്തിലെ 12-ാമത്തെ മാസമാണ് പഞ്ഞമാസം അഥവാ രാമായണ മാസം. സൂര്യൻ കർക്കടകൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണിത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്ക് ഇടയ്ക്കായി ആണ് കർക്കടക മാസം വരുന്നത്. കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് കർക്കടകം. അപ്രതീക്ഷമായി മഴ പെയ്യുന്നതിനാൽ കള്ളക്കർക്കടകം എന്ന ചൊല്ല് തന്നെ നിലവിലുണ്ട്. അതിനാൽ മഴക്കാല രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായി ഉണ്ടാകുന്നു. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നും ഇല്ലാത്ത കാലം പഞ്ഞമാസം എന്ന് വിളിക്കപ്പെടുന്നു. പണ്ട് കാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതും ഈ കാലത്താണ്. മലയാളികൾ ശരീരപുഷ്ടിക്കും ആരോഗ്യവർദ്ധനവിനുമായി ഔഷധക്കഞ്ഞി കഴിക്കുന്നതും ഈ മാസത്തിലാണ്. ആയുർവേദ നാട്ടുവൈദ്യ വിധി പ്രകാരം സുഖചികിത്സ നടത്തുന്നതും കർക്കിടകത്തിലാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ കുടുംബങ്ങളിലും നടത്തിവരുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ വായന, ശ്രീ ഭഗവതി പൂജ അഥവാ ലക്ഷ്മി പൂജ എന്നിവ ഈ മാസത്തിലാണ് നടത്താറുള്ളത്. അതോടൊപ്പം ചിലർ വ്രതമെടുക്കുന്നു. അതിനാൽ കർക്കിടകത്തിന് രാമായണ പുണ്യമാസം എന്നും അറിയപ്പെടുന്നു. തൃശ്ശൂർ ജില്ലയിലെ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കോട്ടയം ജില്ലയിലെ രാമപുരം ക്ഷേത്രം, മലപ്പുറം ജില്ലയിലെ രാമക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രസിദ്ധമായ നാലമ്പല ദർശനം എന്ന തീർത്ഥാടനം ഈ മാസത്തിലാണ് നടക്കാറുള്ളത്. മറ്റൊന്നും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ശ്രീ ഭഗവതി ദുർഗാ ഗണപതിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഇതിൻ്റെ മുന്നോടിയായി വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. നമ്മുടെ ഗ്രഹങ്ങളിൽ പാരമ്പര്യമായി കർക്കിടക മാസം 1-ാം തീയതി മുതൽ രാവിലെ വീട്ടിലെ ഗ്രഹനാഥ കുളിച്ച് വിളക്ക് കത്തിച്ച് രാമായണം വിളക്കിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പലരും ദേവി മഹാത്മ്യം, ലളിത സഹസ്രനാമം, കനകധാര സ്തോത്രം, ലക്ഷ്മി അഷ്ടകം തുടങ്ങിയവ ഈ സമയത്ത് വായിക്കുന്നു. കേരളത്തിലെ പല ഭഗവതി ക്ഷേത്രങ്ങളിലും കർക്കിടക മാസം വിശേഷമാണ്. കർക്കിടക മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിനായി ഔഷധക്കഞ്ഞി കുടിക്കുന്നത് ഇന്നും വലിയ ഒരു ആചാരം തന്നെയായിട്ടുണ്ട്. മുക്കുറ്റി, പൂവാങ്കുറുന്തൽ, കറുക, നീലപ്പന, കുറുന്തോട്ടി, തുളസി മുതലായ ഔഷധ മൂല്യമുള്ള ചെടികളും ഞവര, മുതിര തുടങ്ങിയ ധാന്യങ്ങളും കർക്കിടകക്കഞ്ഞി തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു. പല ആയുർവേദ കേന്ദ്രങ്ങളും കർക്കിടകത്തിൽ എണ്ണത്തോണി മുതലായ പ്രത്യേക സുഖചികിത്സയും ഒരുക്കുന്നുണ്ട്. കർക്കിടകക്കഞ്ഞി കഴിക്കുക എന്നത് ഇപ്പോൾ ചെറുപ്പക്കാർ പോലും അമ്പലങ്ങളിലും വീടുകളിലും കഞ്ഞിസദ്യ നടത്തുമ്പോൾ വന്ന് കഴിക്കുന്നു. ആരോഗ്യത്തിന് ഉത്തമമാണിത്. മലയാളികൾ ആയുർവേദത്തിലെ ഔഷധക്കഞ്ഞിയിൽ നിന്നും പ്രചോദനം കൊണ്ട് എടുത്ത നല്ല ശീലമാണിത്. ചേനയും ചേമ്പും താളും തകരയും ഒക്കെ ഈ മാസത്തിലെ ഔഷധക്കഞ്ഞിയുടെ കൂട്ടുകറിയാണ്. എന്നാൽ ഈ മാസം മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് ആയുർവേദം പറയുന്നു. പിതൃതർപ്പണം കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ കർമ്മമാണ്. കർക്കിടക വാവ് ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ചുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്കാരം ബലിയിടുകയും ആലുവ ശിവക്ഷേത്രത്തിലും തിരുനെല്ലിയിലും വർക്കല പാവനാശത്തും കേരളത്തിലെ പല ശിവക്ഷേത്രങ്ങളിലും ബലിയിടാൻ സൗകര്യം ഒരുക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും നല്ലതാണ്. പച്ചരി ചോറിൽ കുറച്ച് എള്ളും കൂടി കലർത്തി ഉരുട്ടി കൊടുത്താൽ നല്ലതാണ്. പിതൃക്കൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. രാമായണ മാസത്തിന് പ്രസക്തിയും ശക്തിയുമുണ്ട്. രോഗനിവാരണത്തിനും രാമായണ പാരായണം കേൾക്കുന്നത് നല്ലതാണ്. വലിയ അസുഖം വന്ന് കിടപ്പിലായ ആളിൻ്റെ അടുത്തിരുന്ന് രാമായണം വായിക്കും. രാമരാമ രാമപാദത്തോട് ചെന്നു ചേരും എൻ്റെ മാനസം. ഈ കിടക്കുന്ന ആൾ മരിച്ചാൽ രാമനോട് ചെന്ന് ചേരും എന്നാണ് വിശ്വാസം.
സൽക്കർമ്മങ്ങൾ നടത്തുന്ന ഏത് സ്ഥലത്തും രാമായണം വായിക്കാം. ഇതിലൂടെ രാജ്യത്തിനും നമ്മുടെ നാട്ടിനും നല്ലത് വരും. കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ളവർ രാമായണം വായിക്കും. രാമായണം എപ്പോൾ വേണമെങ്കിലും വായിക്കാം. രാമായണ പാരായണം ചെയ്യാൻ അറിയില്ലെങ്കിൽ കേട്ടാലും പുണ്യമാണ്. കർക്കിടകത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നല്ല ഫലപ്രാപ്തി ഉണ്ടാകും. വിശക്കുന്നവൻ അന്നം കൊടുക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും തുടങ്ങി നമ്മളാൽ കഴിയുന്നത് ചെയ്യുന്നതും പുണ്യം തന്നെയാണ്. കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്നത് മനസ്സിന് ശാന്തിയും കുടുംബത്തിന് ഐക്യവും ജീവിതത്തിന് ആത്മവിശ്വാസവും നൽകുമെന്നാണ് വിശ്വാസം. ഈ വിശുദ്ധമായ മാസത്തിൽ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനും പരസ്പരം സ്നേഹിക്കാനും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കരുണയുടെയും മാതൃകാപരമായ ശ്രീരാമൻ്റെ ജീവിതം ഓരോ മനുഷ്യൻ്റെയും ജീവിത വിജയത്തിനുള്ള വഴികാട്ടിയാണ്. പ്രയാസങ്ങൾക്കിടയിലും ധർമ്മം കൈവിടാതെ മുന്നേറി ശ്രീരാമൻ്റെ ജീവിതം ഇന്നും ലോകത്തിന് പ്രചോദനമാണ്. ശ്രീരാമൻ്റെ രാമായണ മാസത്തിൽ രണ്ടുപേരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീരാമൻ നമ്മുടെ ഉള്ളിലെ കലിബാധ മാറ്റുകയും നന്മയും അറിവും ജ്ഞാനവും പറഞ്ഞു തരുന്നു. ജന്മജന്മാന്തര പുണ്യമാണ് രാമായണം കേൾക്കാനും വായിക്കുവാനും സാധിക്കുന്നത്. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ മമ കൃതി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. ഹരേ രാമ. കർക്കിടക മാസത്തിന്റെ സാംസ്കാരികവും ആത്മീയവും ആരോഗ്യപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് ഇതുവരെ സംസാരിച്ചത് ശ്രീമതി കെ വിമലാമണി.